ISLൽ വിജയവഴിയിൽ തിരിച്ചെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ആഘോഷമാക്കി ആരാധകർ. ജയം ക്രിസ്മസ് സമ്മാനമാണെന്നും തുടർന്നുള്ള മത്സരങ്ങളിൽ പിന്തുണയുമായി എത്തുമെന്നും ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട പ്രതികരിച്ചു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും ദേവൻ MP തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തുടർച്ചയായ തോൽവികൾക്ക് ശേഷം ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഏതായാലും ഈ വിജയത്തിൽ ആരാധകരെല്ലാവരും തന്നെ വലിയ ഒരു സന്തോഷത്തിൽ തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം തുടർച്ചയായ തോൽവി, ഒപ്പം തന്നെ കളിയുടെ മധ്യത്തിൽ വെച്ച് പരിശീലകനെ മാറ്റുന്നു, ആരാധകരുടെ പ്രതിഷേധം ഒരു വശത്ത്, മഞ്ഞപ്പട അടക്കമുള്ള ആരാധക കൂട്ടായ്മയെല്ലാം തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം നേടിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു പരാജയം എല്ലാം ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അടിപൊളി കളി. കുടുംബമായിട്ട് ഇന്ന് മത്സരം കാണാനായിട്ട് എത്തിയതായിരുന്നല്ലേ? You are coming from Nagpur. You love Blasters so much. Yes, we love the vibe and we have heard so much about the stadium and its energy. So that's why we wanted to attend it at least once, and that's why we are here. ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് ഗാലറിയിൽ ഏറ്റവും കൂടുതൽ എത്തിയത് ബ്ലാസ്റ്റേഴ്സിന്റെ കുട്ടി ആരാധകരാണെന്നുള്ള ഒരു കാര്യമാണ്. മുതിർന്ന ആൾക്കാരെക്കാട്ടിലും കൂടുതലായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ എത്തുന്നത് ഒരുപക്ഷെ 18 വയസ്സിലും താഴെയുള്ള കുട്ടികൾ തന്നെയാണ്. ഒരു അടുത്ത തലമുറയിലേക്കും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു അവരുടെ ഫുട്ബോൾ ആവേശം പകർന്നു നൽകുന്നു. ഒപ്പം തന്നെ ആ ഒരു ആരാധകരുടെ എല്ലാം ആവേശം ഇനിയും തുടരുകയാണ്. വരും മത്സരങ്ങളിലും ഈ ഒരു പിന്തുണ ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പാക്കുകയാണ് ആരാധകർ കൊച്ചിയിൽ നിന്നും. ഏതായാലും തുടർന്നുള്ള മത്സരങ്ങളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു വിജയം തുടരാൻ സാധിക്കട്ടെ. പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരങ്ങളിലേക്കും മുന്നേറുമെന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും ഹാരുൺ ഹൂണിഗൻസിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.